അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് സ്വീകരിക്കാൻ വേണ്ടി പറ്റും? ഇപ്പം സുഖചികിത്സ എന്ന് കേൾക്കാറുണ്ട്, സുഖചികിത്സ, പിന്നെ ട്രീറ്റ്മെന്റ്, പിന്നെ പല തിരുമ്മൽ അങ്ങനെ കേൾക്കാറുണ്ട്, പിന്നെ കിഴികെട്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം രോഗികൾക്കാണോ, അസുഖം ഉള്ളവർക്കാണോ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുക? സാധാരണ ആൾക്കാർക്ക് പറ്റുമോ? അതെങ്ങനെയാണ് നമ്മൾ അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യുകയും അപ്രോച്ച് ചെയ്യുകയും ചെയ്യാൻ പറ്റുക? അതിനകത്ത് എനിക്കിപ്പം ഞാനിപ്പം സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുക, വെറുതെ പോയി എനിക്ക് ആയുർവേദ ഒരു തിരുമെടുക്കാൻ പറ്റുമോ? എന്താ അതിനൊരു ആൻസർ പറയാൻ പറ്റും? നമ്മളൊരു വളരെ ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്ത് ഉത്തരം പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ആയുർവേദം 2 ഭാഗമുണ്ട്. സ്വസ്ഥന് ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ഭാഗമുണ്ട്, അതേസമയം ചികിത്സിക്കേണ്ട ഒരു ഭാഗമുണ്ട്. രോഗികൾക്കാണ് ചികിത്സ ആവശ്യം. എന്തെങ്കിലും അസുഖമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ കൺസൾട്ട് ചെയ്ത്, നമ്മുടെ സഹ്യാദ്രിയുടെ ഒരു പ്രത്യേകതയും കൂടിയാണ് കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും രോഗികളെ ഇവിടെ അഡ്മിറ്റായി കിടക്കുന്ന രോഗികളെ നമ്മൾ എല്ലാ ദിവസവും അതത് ദിവസം കണ്ട് രാവിലെ തന്നെ കണ്ടിട്ടാണ് അന്നത്തെ ചികിത്സ നിശ്ചയിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഒരു പാക്കേജ് പോലെ അങ്ങനെ ചെയ്യാറില്ല. ഇന്ന ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാം, അങ്ങനെയല്ല നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പോകും. അപ്പം ബാക്കിയുള്ള എൻ്റെ കൂടെ ഡോക്ടേഴ്സ് ഉണ്ട്, ഞങ്ങളെല്ലാവരും ഒരു ടീമായിട്ട് തന്നെയാണ് രാവിലെ തന്നെ പേഷ്യൻസിനെ എല്ലാം കണ്ട് അവരുടെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുക. ഇത് രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമാണ് ഇതിങ്ങനെ ചെയ്യേണ്ടത്. കാരണം നമുക്കൊരു മുട്ടുവേദന അല്ലെങ്കിൽ പറഞ്ഞ ഒരു കഴുത്ത് വേദനയുടെ ഒരു ആദ്യഘട്ടത്തിൽ മിക്കവാറും നീർക്കെട്ടുകളോടുകൂടി വരുന്ന സമയത്ത് എണ്ണ പോലെയുള്ള പല കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും ആ പേഷ്യൻറ്റിനെ അനലൈസ് ചെയ്ത് അദ്ദേഹത്തിന് എന്തൊക്കെ ചികിത്സകൾ വേണം, എന്തൊക്കെ ലക്ഷണങ്ങൾ കുറഞ്ഞു, അതിനനുസരിച്ച് നമ്മൾ അടുത്ത ദിവസത്തെ ചികിത്സ നിശ്ചയിക്കും. പിന്നെ ഈ സുഖചികിത്സ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതും നമ്മൾ മുമ്പേ പറഞ്ഞ ഈ ആരോഗ്യം സംരക്ഷണത്തിനായിട്ടുള്ള, അത് രോഗികൾക്ക് വേണ്ടിയുള്ളത്. അത് ആർക്ക് വേണമെങ്കിലും എടുക്കാം. അത് ഏത് പ്രായത്തിലുള്ളവർക്കാണേലും നമുക്ക് എടുക്കാൻ സാധിക്കും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും രോഗങ്ങളില്ലാതെ മുമ്പോട്ട് പോകാനും സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുമ്പേ പഥ്യം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. നമ്മൾ ഈ ചികിത്സ ചെയ്ത് ഇപ്പോൾ ഒരു മസാജ് എടുത്ത് അല്ലെങ്കിൽ 14 ദിവസം വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തങ്ങ് പോയി, പിറ്റേ ദിവസം മുതൽ നമ്മൾ കുത്തഴിഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട അതുകൊണ്ടാണ് ആയുർവേദത്തിൻ്റെ ഒരു ജീവിത രീതിയാണ് എന്ന് പറയുന്നത്. അതൊരു ചികിത്സാ പദ്ധതിയുടെ ഒപ്പം തന്നെ മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളത്, അത് മാനസികമായും ശാരീരികമായും അവൻ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ളതൊക്കെ ആയുർവേദത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ആയുർവേദത്തിന് നമ്മൾ അഷ്ടാംഗ ഹൃദയം എന്ന് പറഞ്ഞ ബുക്കിനെ കുറിച്ച് പറഞ്ഞു. അതിൽ 1-ാമത്തെ അധ്യായത്തിൽ, അതിൻ്റെ ആദ്യ ഭാഗത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ രാഗാദി രോഗാൻ എന്നാ പറയുന്നത്. രാഗം മനസ്സിനെ ബാധിക്കുന്ന ഔത്സിക്യ മോഹാരതികൾ എന്നാണ്. അതായത് നമ്മൾ ജലസ് ഫീലിങ്ങുകളൊക്കെ പറയാം, അതുപോലും നമ്മളെ രോഗികളാക്കും എന്നാ പറയാം. മറ്റുള്ളവനോട് അസൂയ തോന്നുന്നത്, ദേഷ്യം തോന്നുന്നത്, അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് തന്നെയാണ് കേടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മളിവിടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ ഈ രോഗത്തിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന സുഖചികിത്സ എന്നുള്ള രീതിയിൽ വരുന്നവർക്ക്, അങ്ങനെ ആവശ്യമുള്ളവർക്കുള്ള ചികിത്സ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവർക്ക് വെറുതെ ഒരു മസാജ് എന്നുള്ള രീതിയിലല്ല, അത് ശരിക്കും നമ്മുടെ ഇവിടെ ആയുർവേദ കസിൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ട്രീറ്റ്മെൻറ്റുകൾ വരും. യോഗ ചെയ്യാനുള്ള അവസരം ഇവർക്കുണ്ട്, മെഡിറ്റേഷനുണ്ട്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് നിങ്ങൾ കണ്ടല്ലോ, വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അത് യൂസ് ചെയ്ത് നമുക്ക് ഇതിലെ കൂടെ നടക്കാം. നമ്മുടെ കഴിവ് നമ്മൾ നെറ്റൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പറയുമ്പോഴുള്ള സമയത്ത് നമ്മൾ TV ഒന്നും റൂമിൽ പ്രൊവൈഡ് ചെയ്യത്തില്ല. നമുക്ക് വളരെ എന്തെങ്കിലും ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ടാണെങ്കിൽ മാത്രം കുറച്ച് നേരം നെറ്റോ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ സമ്മതിക്കാറുണ്ടെന്നല്ലാതെ കഴിവതും അവരൊരു ടെൻഷനൊക്കെ മാറാൻ വേണ്ടി വരുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു സൗകര്യങ്ങൾ ഉപയോഗിക്കുക, മാക്സിമം റിലാക്സ് ചെയ്യുക, അടുത്ത 1 വർഷത്തേക്ക് അവർ റീചാർജ് ചെയ്ത് പോവുക. അങ്ങനെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിവിടെ ഉണ്ട്. ഞാൻ ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ കണ്ടിരുന്നു. അത് വിദേശത്തു നിന്നൊക്കെ നേരത്തെ വന്നിട്ട് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് വീണ്ടും വരുന്ന കസ്റ്റമേഴ്സിനെ, പേഷ്യൻസിനെയൊക്കെ ഞാൻ കണ്ടു. എന്തായിരിക്കും അവർക്ക് ഇവിടെ സഹ്യാദ്രിയിൽ നിന്ന് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക? കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഡോക്ടർ പറയാൻ വേണ്ടി പറ്റുമോ? അതായത് ഇവിടെ വന്നിട്ട് എന്താണ് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഇതിലേക്ക് വരുന്നു? അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോലും, പ്രത്യക്ഷത്തിൽ വലിയ മാർക്കറ്റിങ്ങോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പോലും എന്തുകൊണ്ടാണ് വിദേശികൾ അല്ലെങ്കിൽ ഇവിടെ നേരത്തെ വന്ന ആൾക്കാർ വരെ മൗത്ത് പബ്ലിസിറ്റി വഴി മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വീണ്ടും അവരുടേക്ക് വരുന്നു? അതിന് അവർക്ക് അത് ഇഷ്ടപ്പെട്ട പോയിന്റ് എന്തായിരിക്കും? ചിലപ്പോൾ സഹ്യാദ്രിയിൽ അവർക്ക് അങ്ങനെ വല്ലതും ഡോക്ടറോട് ഷെയർ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും. അത് ഏകദേശം 40 വർഷത്തോളം പഴക്കമുണ്ട്. നമ്മുടെ ഈ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ആദ്യം തുടങ്ങിയത്, അതിനുശേഷം ഹോസ്പിറ്റലായിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 25 വർഷത്തോളമായിട്ട് റെഗുലർലി എവറി ഇയർ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പോകുന്ന വിദേശികൾ നമുക്കുണ്ട്.
അപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ആയിട്ടാണെങ്കിലും പേഴ്സണലി പോലും വളരെ അറ്റാച്ച്ഡ് ആണ്. എനിക്ക് തോന്നുന്നത് എന്നെക്കാളിലൊക്കെ ഇവിടുത്തെ പല കാര്യങ്ങളും അവർക്ക് അറിയാമായിരിക്കും. ഇവിടുത്തെ പല സൗകര്യങ്ങളെക്കുറിച്ചും പല ആളുകളെക്കുറിച്ചും നേരത്തെ ജോലി ചെയ്തിരുന്ന ആളുകളെക്കുറിച്ചും ഒക്കെ അവർക്കറിയാം. അവരെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ മാറ്റമാണ്. അതിൻ്റെ അകത്ത് പല ആൾക്കാരെയും ആരും പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും പല ആൾക്കാരും വളരെ ബുദ്ധിമുട്ട് സർജറി പോലും ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം വന്നിട്ട് ഇവിടുന്ന് ആ ഒരു ഗുണം കിട്ടാതെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഗുണം കിട്ടിപ്പോയ ആൾക്കാരുണ്ട്. അങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് അവരെ വീണ്ടും കൊണ്ടിരുന്നത്. നമ്മളൊരു പരസ്യം കൊടുത്തിട്ടോ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടോ വന്നവരല്ല. പിന്നെ അവർ വന്ന് അവരുടെ കൂട്ടുകാരെ അവരുടെ വീട്ടുകാരെയാണ് അവർ വീണ്ടും കൊണ്ടുവന്നിരുന്നത്. അങ്ങനെയാണ് അവർ നമ്മുടെ ഒരു റെഗുലർ ആയിട്ടുള്ള വിസിറ്റിംഗ് ആയിട്ടും ട്രീറ്റ്മെൻറ്റുകൾ എടുത്തുമായിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് പല കാര്യങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകും. ഒന്ന്, ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒരു വളരെ കാം ആൻഡ് ക്വയറ്റാണ്. നല്ല ശുദ്ധവായു ഉണ്ടാവും. നല്ലൊരു നമ്മുടെ ചുറ്റുമുള്ള ചെടികളും എല്ലാം തന്നെ, അല്ലെങ്കിൽ തേയിലത്തോട്ടമുണ്ട്, ഏലത്തോട്ടമുണ്ട്. ഇതെല്ലാം നമ്മൾ ഓർഗാനിക്കായിട്ട് ഫാം ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനെ ഒരു കെമിക്കൽസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇതിലെല്ലാം അവർക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടുള്ള അവർക്ക് ട്രീറ്റ്മെൻറ്റ്, അതുപോലെ ഫുഡ് വെജിറ്റേറിയൻ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇവരൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് കഴിക്കുന്നത്. ഒരു എതിർപ്പും അവർക്ക് അതിൻ്റെ അത് ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന ഡയറ്റ് വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്ന മലയാളികളെക്കുറിച്ചും ഇന്ത്യക്കാരെയൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ശരിക്കും വിദേശികളെയാണ്. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി എങ്ങനെ അതിനെ ട്രീറ്റ്മെൻറ്റിനെ എങ്ങനെ മനോഹരമാക്കി എടുക്കാമെന്ന് അവർ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ ഡോക്ടർ ഫൈൻ. ഇപ്പം എനിക്ക് സഹ്യാദ്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് വരാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരിക്കും സഹ്യാദ്രി അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക? അതായത് കോൺടാക്ട് നമ്പർ ആണോ, വെബ്സൈറ്റ് ത്രൂ ആണോ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇൻ കേസ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ പ്രൊസീജിയർ? ഒരു ഓർഡർ വൈസ് ഡോക്ടർ പറയാൻ വേണ്ടി പറ്റുമോ? കൺസൾട്ടേഷൻ ആണോ, എങ്ങനെയായിരിക്കും വരിക? പിന്നെ ഹോസ്പിറ്റലിൽ സ്റ്റേ ഒക്കെ എങ്ങനെയായിരിക്കും? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഓർഡർ വൈസ് പറയാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും. അത് നമുക്ക് വെബ് പേജ് വരെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോൺ നമ്പറുണ്ട്. ഫോൺ നമ്പർ വഴിച്ച് ബുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടെ അഡ്മിറ്റ് ആകാൻ വരുന്നവർ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ നമ്പേഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്കൊരു വേണമെങ്കിൽ ഒരു ടെലിഫോണിക് കൺസൾട്ടേഷൻ ആദ്യം എടുക്കാം. എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രീവിയസ് ടെസ്റ്റുകളൊക്കെ വേണമെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. OP കൺസൾട്ടിങ് നമുക്ക് എടുക്കാം. അങ്ങനെ വരുന്നവരും ഉണ്ട്. തീർച്ചയായിട്ടും OPയിൽ വന്ന് ഡെയിലി എല്ലാ ദിവസവും തന്നെ സൺഡേ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ 9 to 5 OP ഉണ്ട്. 9 to 1, 2 to 5 OP ഉണ്ടാവും. OP കൺസൾട്ടിങ് അങ്ങനെ എടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്നവരുണ്ട്. രണ്ട്, നമ്മൾ ദൂരെയുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു OP കൺസൾട്ടിങ്, അപ്പോൾ അവർ മിക്കവാറും ടെലിഫോണിക് കൺസൾട്ടിങ് ആയിരിക്കും. നമ്മുടെ ഓഫീസ് നമ്പർ വിളിച്ച് ഡോക്ടേഴ്സിൻ്റെ നമ്പർ അവർ കൊടുക്കും. വിളിച്ച് ഫോണിൽ സംസാരിക്കും. നമ്മളിവിടെ വന്ന ശേഷം ആദ്യം ചെയ്യുന്നത് കൺസൾട്ടിങ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും പല വിവരങ്ങളും ഒരു ഫോണിൽ കൂടി നമുക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പറ്റില്ല. 3 രീതിയിൽ മനുഷ്യനെ പരിശോധിക്കണം എന്നാണ്. ദർശനം, സ്പർശനം, പ്രശ്നം. ചോദിച്ച് മാത്രമേ നമുക്ക് ഫോണിൽ അറിയാൻ പറ്റൂ. കണ്ടും തൊട്ടും പരിശോധിക്കണമെങ്കിൽ നേരിട്ട് വരണം. അപ്പം അത് അങ്ങനെ ചെയ്യാം. അങ്ങനെ പരിശോധിച്ച ശേഷം നമുക്കിവിടെ മാനേജ് ചെയ്യാവുന്ന കേസാണ് തീർച്ചയായിട്ടും നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. മുമ്പേ പറഞ്ഞ സർജറി പോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള കേസുകളാണ് നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ട് റെഫർ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കിവിടെ സഹ്യാദ്രിയിൽ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് പാക്കേജസ് ആയിട്ടുണ്ടോ? പാക്കേജസ് ആയിട്ടാണ് കൊടുക്കുന്നത്? അതുപോലെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് അവിടെ ഉള്ളത്, അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ ചികിത്സയുടെ രീതികളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ രോഗികളെ സംബന്ധിച്ച് നമുക്കങ്ങനെ പാക്കേജുകൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു രോഗിക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് രോഗിയെ പരിശോധിച്ച ശേഷം മാത്രമാണ് നമുക്കറിയാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്മുടെ റെൻറ്റും ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും നമ്മൾ പറയും. അപ്പോൾ അവർക്ക് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ആ രോഗിക്ക് ആവശ്യമുണ്ടോ ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറയുന്നത്, നമ്മൾ എവറി ഡേ നമ്മൾ പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ മാത്രമാണ്. നമ്മളൊരു പാക്കേജ് കൊടുത്താലുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ പറയും. ഇപ്പം നമ്മളൊരു 5,000 rupees പാക്കേജ്, ഡെയിലി 2 treatments എന്ന് പറയും. ഇപ്പം നമ്മൾ ഇപ്പം ഇമ്മാനുവലിന് ഒരു കഴുത്തുവേദനയായിട്ട് വരും, നമ്മൾ രാവിലെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഉച്ച കഴിഞ്ഞ് ഇമ്മാനുവലിന് ക്ഷീണം വന്നു, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാത്തൊരു ആരോഗ്യസ്ഥിതിയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ പരിഗണിച്ച് നമ്മൾ റെസ്റ്റാണ് അഡ്വൈസ് ചെയ്യുക. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഓൾറെഡി 2 ട്രീറ്റ്മെൻറ്റ് പേയ്മെൻറ്റ് അവിടെ വന്നു എന്നുള്ളൊരു ഡിസ്പ്യൂട്ട് അവിടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരോടും കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ പറയാറുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് ട്രീറ്റ്മെൻറ്റാണ് അത് 1, 2, 3 എത്രയാണെങ്കിലും അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതിൻ്റെ അകത്ത് അതാണ് നമ്മളുടെ ഗ്യാരണ്ടി. നമുക്ക് ആ പേഷ്യൻറ്റിന് ആവശ്യമുള്ള
എത്തിക്കലി ആ പേഷ്യൻ്റിന് ആവശ്യമാണ്. നമ്മളൊരു ബില്ല് കൂട്ടാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകളോ അങ്ങനെയല്ല ചെയ്യുന്നത്. പേഷ്യൻ്റിന് ഇപ്പോൾ ഒരു ദിവസം ഒരു ട്രീറ്റ്മെൻറ്റ് വെച്ച് മാത്രം മതിയെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് വെച്ച് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പിന്നെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, കിഴികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. അഭ്യംഗം അഥവാ എണ്ണ തേച്ചുള്ള കൂടി, ഉദ്വർത്തനം എന്ന് പറഞ്ഞപ്പോൾ പൗഡർ മസാജ് ഉണ്ട്, പല തരം കിഴികളുണ്ട്. അതായത് പൊടിക്കിഴിയുണ്ട്, ധാന്യക്കിഴിയുണ്ട്, ഇലക്കിഴിയുണ്ട്, നാരങ്ങാക്കിഴിയുണ്ട്, ഞവരക്കിഴിയുണ്ട്. അതുപോലെ ധാരകളുണ്ട്, ധാന്യാമള ധാരയുണ്ട്, കഷായ ധാരകളുണ്ട്, തക്രധാരയുണ്ട്, ശിരോധാരയുണ്ട്. ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം നമ്മളിവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ പഞ്ചകർമ്മ ചികിത്സകൾ, വമനം, വിരേചനം, വസ്തി, 2 ടൈപ്പ് വസ്തികൾ, നസ്യം, ഇവയെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ഇതെല്ലാം പേഷ്യൻറ്റിന് ആവശ്യമെങ്കിൽ മാത്രം അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ആയുർവേദത്തിൽ പറയുന്ന ചികിത്സാ രീതി അനുസരിച്ച് തന്നെ വളരെ സ്ട്രിക്റ്റായിട്ട് ശാസ്ത്രത്തിൽ ഊന്നി തന്നെയാണ് നമ്മുടെ ചികിത്സാ പദ്ധതികൾ പോവുക. അതേസമയം ഒരു വെൽനെസ്സിന് വരുന്ന ആൾക്കാർക്ക് നമുക്ക് പാക്കേജ് കൊടുക്കാൻ പറ്റും. അത് ആ രീതിയിലുള്ള അദ്ദേഹത്തിന് എന്താണ്, ഇപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആണെങ്കിൽ അതിനൊരു പാക്കേജ് കൊടുക്കാം. ഒബേസിറ്റി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ആൻറ്റി ഒബേസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പാക്കേജ് നമുക്ക് അവൈലബിൾ ആണ്. അത് പ്രഗ്നൻസി കഴിഞ്ഞ് ആഫ്റ്റർ പോസ്റ്റ്മോർട്ടമായിട്ട് വരുന്ന സൂതികാ പരിചര്യ എന്ന് പറയുന്ന പ്രസവ ശേഷമുള്ള ചികിത്സാ രീതികളുണ്ട്. ഇവയൊക്കെ ഇങ്ങനെയുള്ള സാധാരണ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമുക്കുണ്ട്. ചുരുക്കം പറഞ്ഞവരെല്ലാം കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. രോഗികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷേ വെൽനെസ്സിന് വരുന്നവർക്ക് നമുക്കൊരു ഫോണിൽ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പാക്കേജ് കൊടുക്കുമ്പോൾ ശരിക്കും നമുക്കൊരു വെളിയിലുള്ള, അതായത് ഫോറിനറൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അവരോട് നമുക്ക് ഫസ്റ്റ് ഇത് ഫോണിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ അതുകൊണ്ട് അവർക്കൊരു പാക്കേജായിട്ട് പറയും. ഇവിടെ വന്ന് 1, 2, 3 ദിവസം അവർ റെഗുലർ കൺസൾട്ടിങ് കഴിയുമ്പോൾ അവർ ഓക്കെയാണ്, അവർക്ക് മനസ്സിലാവും നമ്മളെന്താണ് പറഞ്ഞത്, നമ്മളെന്താണ് കൺവേ ചെയ്തതെന്ന് അവർ മനസ്സിലാവും. അവർ വളരെ കോപ്പറേറ്റീവായിട്ട് നമ്മുടെ ചികിത്സാ രീതിക്ക് അനുസരിച്ച് അവർ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ട്രീറ്റ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ മരുന്നുകൾ, നമുക്ക് തൈലങ്ങൾ, അതുപോലെ കഷായം, അങ്ങനെ കുറച്ച് ഏറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ സഹ്യാദ്രി എങ്ങനത്തെ മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്? സഹ്യാദ്രിയെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 40 വർഷത്തോളമായി. ബഹുമാനായ നമ്മുടെ ബിഷപ്പ് അറക്കൽ പിതാവ് മാത്യു അറക്കൽ പിതാവ് ഇവിടെ വൈദികനായിരുന്ന സമയത്താണ് ഈ പീരുമേൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയും അതിനോടനുബന്ധിച്ച് ആയുർവേദ ചികിത്സാലയവും തുടങ്ങിയത്. പിതാവ് ഇവിടെ അച്ഛനായി ജോലി ചെയ്തിരുന്ന സമയത്ത് ഇവിടുത്തെ ട്രൈബൽസിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ട് അവരിൽ നിന്ന് നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കിക്കൊണ്ടാണ് മരുന്നിൻ്റെ പ്രൊഡക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതൊരു 40 വർഷത്തെ ഒരു പാരമ്പര്യം മരുന്ന് നിർമ്മാണത്തിൽ സഹ്യാദ്രിക്കുണ്ട്. നമുക്ക് ഏകദേശം 280ഓളം പ്രൊഡക്റ്റുകളുണ്ട്. ഈ പറയുന്ന കഷായങ്ങൾ, അരിഷ്ടങ്ങൾ, ലേഹ്യങ്ങൾ, കുഴമ്പുകൾ, തൈലങ്ങൾ, ഗുളികകൾ എല്ലാം ഉൾപ്പെടെ 280ഓളം പ്രൊഡക്റ്റുണ്ട്. അതിൽ തന്നെ 24 എണ്ണം പേറ്റന്റ് പ്രൊഡക്ട്സാണ്, നമ്മുടെ മാത്രം പ്രത്യേകതകളായ പ്രൊഡക്റ്റുകളാണ്. തലയിലൊക്കെ വെക്കുന്ന, നമുക്ക് ജലദോഷം കൂടെ സൈനസൈറ്റിസ് ഒക്കെ വരുന്ന ശിരസുധ പോലെ ഉള്ള തൈലങ്ങൾ, അതുപോലെ അഡിനോയിഡ് ടോൺസിൽസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നൊച്ചിപത്രാദി, വേദനയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മർമാണി തൈലമുണ്ട്. അങ്ങനെ ധാരാളം പ്രൊഡക്ട്സ് നമുക്കുണ്ട്. അത് നമ്മുടെ പേറ്റൻറ്റഡ് പ്രൊഡക്ട്സാണ്. അതുപോലെ നമുക്ക് ഈ ചൂടുകാലമാകുമ്പോൾ ഏറ്റവും കൂടുതൽ വിയർപ്പ് നാറ്റമൊക്കെ വരുന്ന ഒരു അവസരങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു സ്നാനചൂർണ്ണമുണ്ട്, അത് വെള്ളത്തിൽ സോപ്പിന് പകരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ശരീരത്തിൻ്റെ ദുർഗന്ധത്തെയൊക്കെ വളരെ അകറ്റാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇങ്ങനെ 24 പേറ്റന്റ് പ്രൊഡക്ട്സ് നമുക്കുണ്ട്. അത് നമ്മുടെ തന്നെ ടൈം ടെസ്റ്റഡ് ആയിട്ട് ഫോർമുലേഷനാണ്. നമുക്ക് പണ്ട് പിതാവ് ഈ പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ കാലത്തെ വൈദ്യന്മാരുടെ കൂടെ ചേർന്ന സഹായത്തോടെ നമ്മളൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് മുമ്പോട്ട് ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാം ചേർന്ന് ടെസ്റ്റ് ചെയ്തെടുത്ത പ്രൊഡക്റ്റ് നമുക്ക് ലൈസൻസ്ഡ് ആണ്, നമ്മുടെ പേറ്റന്റ് പ്രൊഡക്റ്റാണ്. അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്. ഇത് കൂടാതെയാണ് ഞാൻ പറഞ്ഞ ഒരു രണ്ടും കൂടി ചേർത്താണ് 260ഓളം അല്ലാതെ ക്ലാസിക്കൽ പ്രൊഡക്ട്സ്, നമ്മൾ കഷായങ്ങൾ ഉൾപ്പെടുന്ന പ്രൊഡക്ട്സ് നമുക്കുണ്ട്. നമ്മുടെ ചികിത്സയ്ക്ക് നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ആണ്. നമുക്ക് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തരുതെന്ന് ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ മുതൽ പിതാവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് അതേപോലെ തന്നെ ഇപ്പോഴും നമുക്ക് നിലനിർത്തി പോരാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മാറി വന്ന ഏത് ഡയറക്ടർമാരാണെങ്കിലും ഇപ്പോൾ നിലവിലുള്ള ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ള എല്ലാ അച്ഛന്മാരും അതിനകത്ത് വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. നമുക്ക് ക്വാളിറ്റിയിൽ നമുക്കൊരു കോംപ്രമൈസ് വേണ്ട. അതിൽ കുറഞ്ഞ ഇതൊരു NGOയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. നമുക്കൊരു ലാഭം നമ്മളവിടെ ഒരു ഓറിയൻറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോഴും എണ്ണകൾ എടുക്കുമ്പോഴും ഒക്കെ ആണെങ്കിലും ഏറ്റവും മികച്ച, ഏറ്റവും ക്വാളിറ്റിയുള്ള
രീതിയിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത് ഉപയോഗിച്ചാണ് നമ്മുടെ മെഡിസിൻ ഉണ്ടാക്കുന്നത്. വളരെ എക്സ്പീരിയൻസ് ആയ 30 വർഷത്തിന് മേളിൽ ഈ സ്ഥാപനം തുടങ്ങി 40ഓളം വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള സ്റ്റാഫ്, നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ എക്സ്പീരിയൻസും ഈ മരുന്ന് നിർമ്മാണത്തിൽ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതെ ഡോക്ടർ, നമുക്ക് ക്വാളിറ്റിയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത്. ഇപ്പം കഷായമാണെങ്കിലും മാർക്കറ്റിൽ ഏറെ കഷായം കിട്ടും, തൈലമാണെങ്കിൽ ഏറെ തൈലം കിട്ടും. ഇപ്പം എല്ലാ തൈലവും പേരില്ല സെയിം ആണെങ്കിലും അതിന്റെ ഇൻഗ്രീഡിയൻസ് എവിടുന്ന റോ മെറ്റീരിയൽസ് വരുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട്, ഫാമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ അതിന് ഹൈ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അതെ അതെ, പ്രത്യേകിച്ച് സ്പൈസസ് ഒക്കെ നമുക്കിപ്പം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഈ സ്പൈസസിന്റെ എല്ലാം എക്സ്ട്രാക്റ്റ് ഒക്കെ മാറിയിട്ടാവും ഉണ്ടാവുക. ആരുടെയും കുഴപ്പമില്ല, അത് അങ്ങനെ വരുന്നുണ്ട്. നമ്മുടെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. നമ്മുടെ ഒരു ഫ്ലോറ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ലോക്കലി അവൈലബിൾ ആണ്. നമ്മുടെ മദർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് PDCയിൽ നിന്ന് നമുക്ക് ഓർഗാനിക് സ്പൈസസ് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിനൊക്കെ ക്വാളിറ്റിയിൽ അത് വളരെ, അതുപോലെ തന്നെ ഈ ട്രൈബൽസിൻ്റെ നമ്മളിപ്പോഴും തേന്, അതുപോലെ നെല്ലിക്ക പോലുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. നാച്ചുറലി ഇവിടെ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ നമുക്ക് മരുന്നിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ മാത്രമേ നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കേണ്ടി വരുന്നുള്ളൂ. അതും വർഷങ്ങളായിട്ട് നമ്മളുമായിട്ട് വളരെ ബന്ധത്തിൽ പോകുന്ന, നമുക്ക് അത്രയും വിശ്വാസ്യതയുള്ള ബയേഴ്സിൽ നിന്നാണ് നമ്മളത് മേടിക്കുന്നത്. മെഡിസിൻ്റെ ക്വാളിറ്റി അതുപോലെ വളരെ വൃത്തിയായിട്ട് അത് കഴുകി, നമ്മൾ ജെറ്റ് വാഷ് ഉപയോഗിച്ചിട്ടാണ് കഴുകി അത് നിർമ്മിക്കുന്നതിന് മുമ്പ് വളരെ വാഷ് ചെയ്ത് ഉണക്കി എടുത്തിട്ടാണ് മരുന്നുകൾ റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഉപയോഗിക്കുന്നതും. നമ്മൾ ഉണ്ടാക്കുന്ന മെഡിസിൻ്റെ റോ മെറ്റീരിയൽസ് എവിടുന്നായിരുന്നു നമുക്ക് കണ്ണുകൊണ്ട് ഡയറക്റ്റ് കാണാൻ വേണ്ടി പറ്റുമല്ലേ? കറക്റ്റ് നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു പുതിയ പ്രൊജക്റ്റും അങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ തന്നെ ഫാർമേഴ്സ് യൂണിറ്റ്സുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെഡിസിൻ അവരെ കൊണ്ട് നാച്ചുറലി ഓർഗാനിക്കലി അവരെ കൊണ്ട് കൾട്ടിവേറ്റ് ചെയ്ത് ബൈബാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൂടി നമ്മൾ മാറുകയാണ്. ഇപ്പം നമ്മൾ ആയുർവേദം ഫേസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൺസേൺ ആണ് റോ മെറ്റീരിയൽസിൻ്റെ അഭാവം എന്നുള്ളത്. അപ്പം അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ള ചിന്ത എന്നാണ്. നമുക്ക് തന്നെ ഒരുപാട് ഫാർമേഴ്സിൻ്റെ യൂണിറ്റുകളുണ്ട് PDC. അവരുമായിട്ടുള്ള ചർച്ചകളെല്ലാം പുരോഗമിച്ച് ഉടൻ തന്നെ പ്രാബല്യത്തിലാവും. അവരിൽ നിന്ന് നമുക്ക് മെഡിസിൻ അവരെ കൊണ്ട് കൾട്ടിവേറ്റ് ചെയ്യിച്ച് നമുക്ക് ആവശ്യമുള്ള മെഡിസിൻ നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന രീതിയിലേക്കും കൂടെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ജെന്യുവൻ ആയിട്ട് നമുക്ക് 100% ഓർഗാനിക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഓക്കെ ഡോക്ടർ.